ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജി കോടതി തള്ളി. ഇനിയും തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ ഉണ്ട് എന്ന് SIT നിലപാടെടുത്തു. ആ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ നടപടി വരുന്നത്. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, പോറ്റിക്ക് വേണ്ടി അഭിഭാഷകൻ എന്താണ് ആവശ്യപ്പെട്ടത്? SITയുടെ മറുവാദങ്ങൾ കോടതി നിലപാടിലേക്ക് എത്തിയത് സംബന്ധിച്ച് എന്തായാലും പ്രതീക്ഷിച്ച നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ജാമ്യ ഹർജി ആദ്യമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അഭിഭാഷകൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, ആദ്യം അറസ്റ്റിലായ ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യം അനുവദിക്കണം എന്ന വാദമാണ് ഉന്നയിക്കപ്പെട്ടത്. എന്നാൽ അതിന് മറുപടിയായി SIT അന്വേഷണം പുരോഗമിക്കുന്നേ ഉള്ളൂ. ഇത്തരത്തിൽ ഈ പ്രതിയെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അത് തെളിവ് നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്ന് പറയുന്നു. ഒപ്പം തൊണ്ടി മുതൽ ഇനിയും ലഭിക്കാനുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന നിലപാടിലായിരുന്നു SIT ഉണ്ടായിരുന്നത്. കോടതി എന്തായാലും SIT ഉന്നയിച്ച കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നിലവിൽ എന്തായാലും ജാമ്യം 2 കേസുകളിലും സമർപ്പിച്ച ജാമ്യ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. പ്രതീക്ഷ.